സോ ഹലോ ഗൈസ്, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ബാറ്ററീസ് ഒക്കെ പുറത്തിറക്കുന്ന ഡ്യൂറാസെൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 20,000 mAh കപ്പാസിറ്റി വരുന്ന ഒരു സ്ലിം സ്ലീക്ക് ആൻഡ് ലൈറ്റ് വെയ്റ്റ് പവർ ബാങ്കിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് നമ്മുടെ പവർ ബാങ്ക് ലഭിക്കുന്നത്. എനിവേ ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ ബാങ്ക് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്കൊരു ബ്രൈഡ് ടൈപ്പ് സി USB കേബിൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി നമ്മുടെ പവർ ബാങ്ക് കയ്യിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന കാര്യം, എൻ്റെ കയ്യിലുള്ള മറ്റ് 20,000 mAh കപ്പാസിറ്റി വരുന്ന പവർ ബാങ്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെയധികം സ്ലിം സ്ലീക്ക് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടു നടക്കാനൊക്കെ വളരെ ഈസിയാണ്, കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ടിപ്പിക്കൽ ഡ്യൂറാസെൽ ബാറ്ററിയൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഡുവൽ ടോൺ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഒപ്പം തന്നെ കംപ്ലീറ്റ് ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഒപ്പം തന്നെ ബിൽഡ് ക്വാളിറ്റി വൈസും വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാനും വളരെയധികം കംഫർട്ടബിൾ ആണ്. ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്കിവിടെ ഡ്യൂറാസെലിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ പവർ ബാങ്കിൽ എത്ര ചാർജ് റിമൈനിങ് ആണെന്ന് അറിയാൻ പറ്റും. ഇനി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ പവർ ബാങ്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ 4 പോർട്ടുകളും കാണാൻ സാധിക്കുന്നുണ്ട്. 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ട് വരുന്ന 2 USB ടൈപ്പ് എ പോർട്ട് കാണാൻ പറ്റും. ഇതുപയോഗിച്ച് നമുക്ക് മറ്റ് ഡിവൈസസ് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൈക്രോ USB പോർട്ട് കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ പവർ ബാങ്ക് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടൈപ്പ് സി പോർട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതേ പോർട്ട് വെച്ച് തന്നെ നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഈ പവർ ബാങ്ക് 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ടും നമുക്ക് ഇതേ പോർട്ട് വഴി തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഡിവൈസസും നമുക്ക് ഈ ഒരു പോർട്ട് യൂസ് ചെയ്ത് ഫാസ്റ്റ് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒപ്പം തന്നെ PD ചാർജിങ്ങിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. ഇനി പവർ ബാങ്ക് യൂസ് ചെയ്ത് നമുക്ക് ഒരേ സമയം 3 ഡിവൈസസ് ഒരുമിച്ച് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മുടെ ഈ പവർ ബാങ്കിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തന്നെ പവർ ബാങ്ക് ഡിറ്റക്ട് ചെയ്തതിന് ശേഷം ഓട്ടോമാറ്റിക്കലി ചാർജിങ് സ്റ്റാർട്ട് ചെയ്തോളും. ഇനി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിവൈസ് നമ്മുടെ പവർ ബാങ്കിലേക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബാങ്ക് ക്വിക്ക് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയും LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തൊരു ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും. അതിനർത്ഥം ഫാസ്റ്റ് ചാർജിങ് സ്റ്റാർട്ടായെന്നാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ആയിട്ടുള്ള അഡാപ്റ്റർ യൂസ് ചെയ്താണ് നമ്മുടെ പവർ ബാങ്ക് ചാർജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പവർ ബാങ്കും 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LED ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്ത് ഗ്രീൻ ലൈറ്റ് കാണാൻ പറ്റും. അതിനർത്ഥം നമ്മുടെ പവർ ബാങ്ക് ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിലാണെന്നാണ്. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മുടെ പവർ ബാങ്കിന് ഷോർട്ട് സർക്യൂട്ട്, ഓവർ വോൾട്ടേജ്, ഓവർ ടെമ്പറേച്ചർ പോലുള്ള ഇഷ്യൂസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അൾട്രാ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പവർ ബാങ്കിന് നമുക്ക് 2 ഇയേഴ്സിൻ്റെ വാറണ്ടിയാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ ഫൈനലി ഈ പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത് 3099 രൂപയാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.